നമസ്കാരം. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് പ്രോട്ടോടൈപ്പ് വിക്ഷേപിച്ച് മിനിറ്റുകൾക്കകം തകർന്നു വീണു. ഇതോടെ തകർന്നടിഞ്ഞത് മസ്കിന്റെ സ്വപ്നം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ടെക്സാസിൽ നിന്നായിരുന്നു വിക്ഷേപണം നടത്തിയത്. റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ പതിക്കാതിരിക്കാനായി മെക്സിക്കോ ഉൾക്കടലിന് മുകളിലൂടെ പറന്ന വിമാനങ്ങൾ വഴിമാറിയാണ് സഞ്ചരിച്ചത്. പല വിമാന സർവീസുകളും റദ്ദാക്കുകയും ചെയ്തു. വിക്ഷേപിച്ച് ഏകദേശം 8 മിനിറ്റിന് ശേഷം സ്റ്റെയിൻലെസ് സ്റ്റീൽ സൂപ്പർ ഹെവി ബൂസ്റ്റർ സൂപ്പർസോണിക് വേഗതയിൽ നിന്നും കുത്തനെ കുറഞ്ഞു. ഇതോടെ മുഴങ്ങുന്ന ശബ്ദങ്ങളുണ്ടായി. തുടർന്ന് സ്പേസ് എക്സ് മിഷൻ കൺട്രോൾ സ്റ്റാർഷിപ്പുമായി ബന്ധം നഷ്ടപ്പെട്ടു. സ്റ്റാർഷിപ്പിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ നിന്നും വിട്ടുമാറിയ അപ്പർ സ്റ്റേജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബൂസ്റ്റർ ലോഞ്ചിങ്ങിന് പാഡിലേക്ക് എത്തി. ഹെയ്തിയുടെ തലസ്ഥാനമായ പോർട്ട് ഓ പ്രിൻസിന് മുകളിൽ ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശഗോളങ്ങൾ ആകാശത്ത് പരന്നുകിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലുതും ശക്തവുമായ വിക്ഷേപണ വാഹനമായിരുന്നു ഇത്. വിക്ഷേപണം പരാജയപ്പെട്ടതിന് പിന്നാലെ മിയാമി വിമാനത്താവളത്തിൽ നിന്നുമുള്ള 20 വിമാന സർവീസുകൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തു. വിജയം സുനിശ്ചിതമല്ല, എന്നാൽ വിനോദം ഉറപ്പാണ് എന്നാണ് സ്റ്റാർഷിപ്പ് അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മസ്ക് എക്സിൽ കുറിച്ചത്. മാർച്ചിൽ നടത്തിയ സ്റ്റാർഷിപ്പ് വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പ്രശ്നം സംഭവിച്ചത്. എങ്കിലും ഇത് വ്യോമഗതാഗതത്തെ ബാധിക്കുന്നത് ആദ്യമായാണ്. 2023 മസ്ക് സ്റ്റാർഷിപ്പ് വിക്ഷേപണങ്ങൾ ആരംഭിക്കുന്നത്. 7ാമത്തെ പരീക്ഷണമായിരുന്നു ജനുവരി 16 നടന്നത്. വലുതും ഭാരമേറിയതും ശക്തിയേറിയതുമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് സ്റ്റാർഷിപ്പ്. വിക്ഷേപണത്തിന് ഇതിലുള്ള 71 മീറ്റർ വലിപ്പമുള്ള ഹെവി ബൂസ്റ്റർ ഭാഗത്തെ ലോഞ്ചിങ് പാഡിലെ മെക്കാസില്ല എന്ന കൂറ്റൻ യന്ത്രങ്ങളിലേക്ക് വിജയകരമായി തിരിച്ചെടുക്കാനായി. ഈ ദൗത്യം മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി ഇതിനു മുമ്പും 5ാം പരീക്ഷണ ദൗത്യത്തിലാണ് ആദ്യമായി വിജയിപ്പിച്ചത്. മനുഷ്യനെ ചന്ദ്രനിലേക്കും ക്രമേണ ചൊവ്വയിലേക്കും എത്തിക്കുന്നതിനായി ലക്ഷ്യമിട്ട് സ്പേസ് എക്സ് വികസിപ്പിക്കുന്നത് റോക്കറ്റ് സംവിധാനമാണ് സ്റ്റാർഷിപ്പ്. പുനരുപയോഗം സാധ്യമാവുന്ന ഈ വിക്ഷേപണ വാഹനം ചൊവ്വ ചന്ദ്ര യാത്രകളുടെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. വാണിജ്യ വിക്ഷേപണങ്ങൾ, ബഹിരാകാശ ടൂറിസം തുടങ്ങിയ പലവിധ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് സ്പേസ് എക്സിനുണ്ട്. ആർടെമിസ് ഉൾപ്പെടെ നാസ ഭാവി ദൗത്യങ്ങൾക്കും ഈ വിക്ഷേപണ വാഹനം ഉപയോഗിക്കാനാകുമെന്നാണ് കരുതുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.